ജഡ്ജിമാരുടെ പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീം ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ SK യാദവിനെ പോലെയുള്ളവർ ഇനിയുമുണ്ടാകുമെന്ന് സ്പീക്കർ AN ഷംസീർ. സംഘപരിവാർ വേദിയിൽ അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ശേഖർ കുമാർ യാദവ് വിദ്വേഷ പരാമർശം നടത്തി എന്ന ആരോപണത്തിലാണ് AN ഷംസീറിന്റെ പ്രതികരണം. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് ജഡ്ജിമാർ സംസാരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കണം, SK യാദവ്, ശേഖർ കുമാർ യാദവ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ, എങ്ങനെ ഈ മനുഷ്യന്റെ മുന്നിൽ ജീവിക്കുന്നത്? ശേഖർ കുമാർ യാദവ് എന്ന അലഹബാദിന്റെ ഹൈക്കോടതി ജഡ്ജി നടത്തിയ പരാമർശം തനി ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനയ്ക്കെതിരാണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീമുകൾ ഉപേക്ഷിക്കണം. ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീമുകൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം ഇതുപോലെ ശേഖർ കുമാർ യാദവുമാരുണ്ടാകും. അവർക്ക് പെൻഷൻ ഇപ്പോൾ എത്രയാ, അത് കൂട്ടണം, എത്ര കൂട്ടണം ഞങ്ങൾ ആലോചിക്കുന്നത്. ചിലത് ജുഡീഷ്യൽ ഓഫീസർമാർ മാത്രമേ ആകാൻ പറ്റൂ, ജഡ്ജിമാർ പിരിഞ്ഞാർക്ക് മാത്രം ചില സ്ഥാനം ഇരിക്കാൻ പറ്റും, കുഴപ്പമില്ല. അതിന് കൂടിയും പിരിഞ്ഞുണ്ടാവണം. പിരിഞ്ഞ പിറ്റേ കൊല്ലം തന്നെ കൊണ്ട് ഇരുത്തിക്കാൻ പാടില്ല. മാർച്ച് മാസം പിരിഞ്ഞ് ഏപ്രിൽ മാസം പറ്റില്ല, അവിടെ കൂടിയും പിരിഞ്ഞുണ്ടാവണം. അതെത്ര വർഷം ജനങ്ങൾ ലോകസഭയും നിയമസഭയും ലോകസഭയും രാജ്യസഭയും ഡിസ്കസ് ചെയ്യണം. കൂളിംഗ് പീരീഡ് ഇല്ലാത്തതിന്റെയും പോസ്റ്റ് റിട്ടയർമെന്റ് ഓഫറിന്റെയും ഭാഗമാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ ഹൈക്കോടതി ജഡ്ജിമാരെ പ്രേരിപ്പിക്കുന്നത്. ശേഖർ കുമാർ യാദവ് എന്ന ജഡ്ജിന്റെ പരാമർശം ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ്, ഈ രാജ്യത്തിന്റെ മഹിതമായ സംസ്കാരത്തിനെതിരാണ്. അങ്ങേയറ്റം വർഗീയമായ പരാമർശമായി ഒരു സ്ഥാനത്തിരിക്കുന്നവർ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഡക്കോറം പറയും, ഡക്കോറം കീപ്പ് ചെയ്യാൻ. എന്തിനാണ് ഡക്കോറം കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്? എനിക്ക് എന്ത് സംസാരിക്കാമെന്ന് ബോധ്യം എനിക്കുണ്ടാവണ്ടേ? എന്തൊക്കെ പറയാം, എന്തൊക്കെ പറഞ്ഞുകൂടാ, ആ ഒരു മകതിരി നമുക്ക് വേണ്ടേ? അതാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ഡക്കോറം കീപ്പ് ചെയ്യണം സംസാരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ആഫ്റ്റർ ഓൾ ഈ രാജ്യം ഉണ്ടാവണ്ടേ? അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. ഒല്ലൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. ഒല്ലൂരിന്റെ വിവിധ മേഖലയിലും വലിയ വികസനമാണ് നടക്കുന്നത്. കോടതിക്കൽ പാർക്കടക്കമുള്ള ഏഷ്യയിലെ തന്നെ വലിയ പാർക്കായി മാറാൻ പോകുന്ന പുത്തൂരിന്റെ കോടതിക്കൽ പാർക്കടക്കം വലിയ വികസനം നമ്മുടെ മണ്ഡലത്തിനകത്ത് നടക്കുമ്പോൾ ഒല്ലൂർ സെന്റർ വികസിക്കുമ്പോൾ അതിന്റെ ഇരിപ്പിടം, ഞങ്ങളുടെ ഇരിപ്പിടം നഷ്ടപ്പെടുന്ന ഒരു വികസനമാണ് ഇപ്പോൾ നടക്കുമ്പോൾ. ഒല്ലൂർ സെന്റർ വികസിക്കുമ്പോൾ ഒല്ലൂർ പ്രസ് ക്ലബ്ബ് ഇപ്പോൾ പൊളിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പോൾ വേറൊരു ഇരിപ്പിടം ഞങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷ, അത് ഒരു പുതിയൊരു പ്രസ് ക്ലബിലേക്ക് മാറണമെങ്കിൽ ലക്ഷങ്ങൾ തന്നെ ചെലവഴിക്കണം. കാരണം പുതിയൊരു ഓഫീസും ഒരു ആധുനിക രീതിയിലുള്ള ഒരു സജ്ജീകരണങ്ങളും എല്ലാവർക്കും കടന്നു വരാൻ കഴിയുന്ന രീതിയിലുള്ള പ്രസ് ക്ലബ് ഉണ്ടാക്കണമെങ്കിൽ വലിയ സാമ്പത്തിക പ്രയാസം ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രസ് ക്ലബ്ബ് ഞങ്ങളുടെ മാത്രമെന്നാണെന്നല്ല കരുതുന്നത്, അതൊരു പൊതുസ്വത്തായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രസ് ക്ലബിലേക്ക് കടന്നു വരാനും അവരുടെ സങ്കടങ്ങളും അവർക്ക് ഏതെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബോധിപ്പിക്കാനും അതൊരു വാർത്തയായി പുറത്തുവിടുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ കഴിയാവുന്ന തരത്തിൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി വിപുലമായ രീതിയിൽ അത്തരത്തിലുള്ള ഒരു ഓഫീസ് വേണമെങ്കിൽ ഇപ്പോൾ വലിയൊരു വികസനത്തിന് ഓഫീസ് നഷ്ടപ്പെടുമ്പോൾ പുതിയൊരു ഓഫീസ് വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഇലാനെ പോലുള്ള വ്യവസായികൾ അല്ലെങ്കിൽ സഹായിക്കാൻ സന്മനസ്സുള്ളവരും ഇവിടെ ഇരിക്കുന്ന വ്യാപാരി സമൂഹങ്ങളെ സഹായിക്കുമ്പോൾ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പുതിയൊരു മാറ്റത്തിലേക്ക് ഇവിടെ മാറാൻ പോവുകയാണ്. ജുഡീഷ്യറി ഉദ്യോഗസ്ഥരെ റിട്ടയർഡായ അപ്പോൾ തന്നെ ജഡ്ജിമാരാക്കുന്നതിന് പകരം അവർക്ക് കൂളിംഗ് പീരീഡ് നൽകണമെന്നും സ്പീക്കർ പറഞ്ഞു. കൂളിംഗ് പീരീഡ് ഇല്ലാത്തതിന്റെയും പോസ്റ്റ് റിട്ടയർമെന്റ് ഓഫറിന്റെയും ഭാഗമായാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ ജഡ്ജിമാരെ പ്രേരിപ്പിക്കുന്നതെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. റവന്യൂ മന്ത്രി K. രാജൻ മുഖ്യാതിഥിയായിരുന്നു. തൃശ്ശൂരിലെ പ്രാദേശിക പ്രസ് ക്ലബ്ബുകളെക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെന്റെ മണ്ഡലത്തിലുള്ള പ്രസ് ക്ലബ്ബ് എന്നുള്ളതൊന്നുമല്ല. പ്രാദേശിക പത്രപ്രവർത്തനം ഏറെ പ്രയാസകരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൊല്ലൂരിന്റെ പ്രസ് ക്ലബ്ബ് എല്ലാവിധത്തിലുള്ള അതിർത്തി രേഖകളും ലംഘിക്കപ്പെട്ട് നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ദൂരം പ്രവർത്തനം നടത്തേണ്ടി വരുന്ന ഒരു പ്രസ് ക്ലബ്ബാണ്. ഞാൻ ഈ കേരളത്തിന്റെ നിയമസഭയിൽ അംഗമായതിനെ തുടർന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യത്തെ പ്രൈവറ്റ് ബിൽ, സ്വകാര്യ ബിൽ, കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ ക്ഷേമനിധിയും പെൻഷനും രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്.
ജനപ്രതിനിധികൾക്ക് സർക്കാർ ഔപചാരികമായി പാസ്സാക്കുന്ന നിയമനിർമ്മാണത്തിന് പുറമെ അവർക്കും എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നിയമം സഭയിൽ അവതരിപ്പിക്കാൻ വെള്ളിയാഴ്ച സഭ കൂടുന്ന വെള്ളിയാഴ്ച ഒരു ദിവസമായി നമുക്ക് ലഭ്യമാണ്. കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ ജീവിത പ്രയാസങ്ങൾ ഒപ്പിയെടുത്ത് 3 നിയമസഭകളിൽ ഈ ബില്ലിന്റെ അംഗീകാരത്തിനു വേണ്ടി തുടർച്ചയായി സംസാരിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. പ്രാദേശിക പത്രപ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ വലുതെന്ന് തോന്നുന്ന കുത്തക മാധ്യമങ്ങളെക്കാൾ സാറ്റലൈറ്റ് ടെലിവിഷനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് കേവലം ഈ പ്രസ് ക്ലബിന്റെ യോഗത്തിൽ വന്നു നിൽക്കുമ്പോൾ പറയുന്ന ഒന്നല്ല. ഞാൻ നിയമസഭയിൽ അക്കമിട്ട് അടിവരയിട്ട് സൂചിപ്പിച്ച കാര്യങ്ങളാണ്. പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന TV അച്യുത വാര്യർ സ്മാരക മാധ്യമ അവാർഡുകൾ നേടിയ US ശ്രീശോഭ, പ്രദീപ് ഉണ്ണി, പ്രസ് ക്ലബ്ബ് എക്സലൻസ് അവാർഡ് നേടിയ ജോയ് ഇലാൻ, ജീവകാരുണ്യ പ്രവർത്തകനായ ബിജു എടക്കളത്തൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ CP പോളി, കരോളിൻ ജെറീഷ്, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KR ഔസേപ്പ്, ജെയിംസ് ചാക്കേരി, KM ഗോപാൽ എന്നിവർ പ്രസംഗിച്ചു.